ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒന്നും വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു കാർഡ്ബോർഡും അതുപോലെ ഒരു ബോട്ടിലും വെച്ച് ചെയ്യാൻ പറ്റിയ രണ്ട് അടിപൊളി കിച്ചൺ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ബോട്ടിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഓയിലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. നമ്മുടെ കോൺ ഓയിലിൻ്റെ ബോട്ടിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ബോട്ടിൽ എടുത്താൽ മതിയാവും കേട്ടോ. ആ ബോട്ടിലിൻ്റെ ഷേപ്പിലായിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പൂവിൻ്റെ ബോട്ടിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ക്രീമിൻ്റെ വലിയ ബോട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിൽ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പം ഒരു മാർക്കർ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഷേപ്പിലേക്ക് ഒന്ന് വരയ്ക്കുവാണ്. അപ്പം നല്ല മഞ്ഞ കളറൊക്കെ ആയതുകൊണ്ട് കാണാൻ ഭംഗിയായിരിക്കും. അങ്ങനെ കളറുള്ള എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളം എടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഇത്രയും വേണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്. വരച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഈസിയാണ് കട്ട് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ദാ ഇതുപോലൊരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കീറുവാണ്. അപ്പോൾ നമ്മൾ കീറുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും മുറിയാതെ. ഇപ്പോൾ നല്ല പ്രസ് ചെയ്ത് ഒന്ന് കീറി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ കീറി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുറിച്ച് എടുക്കണം. നമ്മൾ മുറിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മുറിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും കേട്ടോ. നമുക്കിത് കൈ തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം ഈ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടാണ് മുറിച്ചതായി ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നീളം വേണ്ട. ഞാനിപ്പോൾ അളവ് നോക്കിയപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഈ ഒരു പിടിഭാഗം ഇല്ലേ, അവിടെ ഒന്ന് ഒരു ചെറിയൊരു റൗണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുത് കേട്ടോ, ഞാൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1 റുപ്പി കോയിൻ്റെ അത്രയും ഉള്ള ഒരു റൗണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ റൗണ്ട് ഇട്ട് കൊടുത്തത് എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും സൂക്ഷിച്ചിട്ട് നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് ഇതൊന്ന് വളച്ച് കൊടുക്കണം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ വളച്ച് കൊടുത്താൽ തന്നെ വളഞ്ഞ് നന്നായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബാക്കിലോട്ട് വളച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇനി ചെയ്യേണ്ടത് നമ്മളിതിൽ ഹോൾസ് ഇടുകയാണ്. അപ്പോൾ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് താഴെ ഈ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഈസി വിദ്യ ഉണ്ട്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, സ്ക്രൂ ഡ്രൈവർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പം ചൂടാക്കി ഇടുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല. ഇപ്പം ഞാനത് കിച്ചണിൽ പോയിട്ടാണ് ചെയ്തിട്ട് വന്നത്. ഇപ്പം ഞാൻ ടേബിളിൻ്റെ പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള ഹോൾസ് കിട്ടും. സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയാൽ മതിയാവും കേട്ടോ. അപ്പം ഹോൾസും ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് കിച്ചണിൽ വെക്കുന്നത്, എന്താണ് ഉപയോഗം എന്ന് നോക്കാം. അപ്പം ഇതാണ് എൻ്റെ സിങ്ക്. അപ്പോൾ അവിടെ നമ്മളുള്ള പൈപ്പിലാണ് ഞാൻ വെക്കുന്നത്. പൈപ്പിൽ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ അങ്ങ് കിടന്നോളും. അപ്പോൾ നമ്മുടെ സ്പഞ്ചും അതുപോലെ നമ്മുടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ പൈപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വാഷ് ബേസിനോ സിങ്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആണി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതിങ്ങനെ കൊരുത്തിട്ടാൽ മാത്രം മതി. അപ്പം ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ എത്ര വെള്ളം ഉണ്ടെങ്കിലും ആ വെള്ളമൊക്കെ അതിൽ കൂടെ ചോർന്നൊലിച്ച് താഴോട്ട് പൊയ്ക്കോളും. വെള്ളമൊന്നും സൈഡിലൊന്നും ആവുകയില്ല. നമുക്ക് സൈഡിലൊന്നും വേറൊരു സാധനത്തിലും ഈ ഒരു സ്പഞ്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം വെള്ളവും അഴുക്കും എല്ലാം ഇതിലേക്ക് തന്നെ പൊയ്ക്കോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതാണ്. അപ്പം നമ്മൾ ഇത് വലിയ ആൾക്കാർക്കുള്ള ഷൂവിൻ്റെ ആണെങ്കിൽ കുറച്ച് വലിയ ബോക്സ് ആയിരിക്കും, കുട്ടികളുടെ ആണെങ്കിൽ ചെറുത്. അപ്പം നമുക്ക് എങ്ങനത്തെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ എടുത്തു കൊടുക്കുക. അപ്പം ഷൂ ബോക്സ് ആകുമ്പോൾ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ടോയ്സൊക്കെ വാങ്ങിക്കുന്ന ബോക്സ് കട്ടിയുള്ളതുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ്, അതിൻ്റെ അടപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി വേണ്ടത് ഇതുപോലെ സ്റ്റിക്കർ പേപ്പറാണ്. അപ്പോൾ സ്റ്റിക്കർ പേപ്പർ ഇപ്പം ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലാതെ കടകളിലും കിട്ടും. അടിയിൽ ഇങ്ങനെ സ്റ്റിക്കറുണ്ട്. അപ്പോൾ അത് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കിത് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും. പല ഡിസൈനിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരിട്ട സാധനം മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ
സ്റ്റിക്കർ പേപ്പർ നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലത്തെ വേറൊരു സ്റ്റിക്കർ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുത്തതാണ് ഈ ഒരു ബോക്സ്. അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഇതുപോലെ ഒരു ഡിവൈഡറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് വെച്ചിൻ്റെ പീസ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതുപോലെ സ്റ്റിക്കർ വെച്ച് ഫുൾ കവർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഫുൾ കവർ ചെയ്തപ്പോൾ തീർന്നു പോയി, അതാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വൃത്തിയില്ലെന്നുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുപോലെ എത്ര തട്ടായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്ത് ഡിവൈഡർ 2-3 വെച്ച് കൊടുത്താൽ നല്ല തട്ടൊക്കെ കിട്ടും. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലാണ്. ഇതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല, ബേബി ഫുഡിൻ്റെ ബോട്ടിലാണ്. അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഐറ്റംസൊക്കെ മേടിക്കുന്ന ചെറിയ ചെറിയ നല്ല ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരേപോലത്തെ 2-3-5 ആകുമ്പോഴത്തേക്ക് എടുത്ത് വെച്ചിരുന്നാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കർ പേപ്പറിൻ്റെ ഒരു പാർട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇതിനായിട്ടൊരു സെറ്റ് പോലെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഓർഗനൈസർ, കിച്ചൺ ഓർഗനൈസർ സെറ്റ് പോലെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നട്ട്സും അതുപോലെ മസാലപ്പൊടിയൊക്കെയാണ് ഇട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഇട്ട് വയ്ക്കാം. എല്ലാ ബോട്ടിലും ഒരുപോലത്തെ ആയതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പം മുകളിൽ എല്ലാത്തിൻ്റെയും സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ ഒരു സെറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുകളിൽ ഒട്ടിച്ചത്. ഇനി നമുക്കിതാ ഇതുപോലെ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാളും വേറൊരു മെത്തേഡാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. ഇപ്പം നമുക്ക് ചെറിയ ഡോറൊന്നും ഇല്ലാത്ത ഒരു കബോർഡൊക്കെയാണ് കിച്ചണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പഴയ മോഡൽ കിച്ചണൊക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പല ടൈപ്പ് ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ബോട്ടിലും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരേപോലത്തെ ബോട്ടിലൊക്കെ ഓരോ ഓർഗനൈസറിനകത്താക്കി ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ നേരെ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.